ഇന്നലെ എൻ്റെ വണ്ടിയിൽ വളരെ അപകടകരമായിട്ടൊരു പാമ്പ് കയറി. പാമ്പിനെ കണ്ടതും അതിനെ സ്നേക്ക് റെസ്ക്യൂർ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഹെഡ്ലൈറ്റിലാണ് ആദ്യം പാമ്പിനെ ഞാൻ സ്പോട്ട് ചെയ്യണത്. വണ്ടി റണ്ണിങ്ങിലായിരുന്നു. റണ്ണിങ്ങിൽ ഞാൻ ബൈക്ക് സൈഡാക്കി, എന്നിട്ട് നേരെ പോലീസിനെ വന്നു. പോലീസുകാർ സ്നേക്ക് റെസ്ക്യൂർ വിളിച്ചു. സ്നേക്ക് റെസ്ക്യൂർ വന്നിട്ട് വണ്ടിയിൽ വെള്ളം ഒഴിക്കുകയും അതിൻ്റെ വണ്ടിയിലെ കിറ്റ് അഴിച്ച് പാമ്പിനെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അവിടെ സ്നേക്ക് റെസ്ക്യൂർ കൂടാതെ ആ വഴിയിൽ കൂടെ പോയ വേറൊരു സുഹൃത്തും വന്ന് അദ്ദേഹവും ആ പാമ്പിനെ പിടിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരനും കൂടി സഹായിച്ച് ആ പാമ്പിനെ ഒരു പൈപ്പിനുള്ളിലോട്ട് സ്നേക്ക് റെസ്ക്യൂർ കയറ്റുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ലേറ്റർ ഇനി ഈ പാമ്പിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരികയും അവർക്ക് സ്നേക്ക് റെസ്ക്യൂർ കൈമാറുമെന്നാണ് ഞാൻ അറിഞ്ഞത്. സ്നേക്ക് റെസ്ക്യൂർ വാക്കുകളിലോട്ട് കിടക്കാം. സ്നേക്ക് റെസ്ക്യൂറിൻ്റെ നമ്പറും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. കാക്കനാട് അതിനടുത്തുള്ള ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും വിളിക്കാവുന്നതാണ്. സാധിക്ക്. എൻ്റെ സ്ഥലം കാക്കനാട് അത്താണിയിൽ തിരുവമലയിലാണ്. ഞങ്ങൾ സർപ്പ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ കീഴിൽ, ഫോറസ്റ്റിൻ്റെ കീഴിൽ സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ കീഴിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമ്മൾ പിടിച്ചത്. ടാങ്ക് അടിക്കേണ്ടി വന്ന് നല്ല പ്രയാസപ്പെട്ട്. കാരണം ചെറിയ പാമ്പാണ് ഞങ്ങൾക്ക് വിഷയമുണ്ടായത്. വേറെ ബൈക്ക് എടുക്കാൻ നേരത്തെ എല്ലാവരും രാവിലെ നോക്കുമ്പോൾ ഹെൽമെറ്റും വണ്ടിയുടെ ചുറ്റുപാടും ഫുള്ളും നോക്കിയിട്ടുള്ളൂ എടുക്കാൻ. കാരണം ഈ തണുപ്പ് സമയത്തായതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചവിട്ടി അങ്ങനെയുള്ളതൊക്കെ പരമാവധി ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. അണലി, മൂർക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ പതുങ്ങിയിരിക്കാൻ സമയമാണ് ഇപ്പോൾ, തണുപ്പ് ടൈമായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് ഹാൻഡിൽ ചെയ്യാം. ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ്. എൻ്റെ ബൈക്കിലൊരു പാമ്പ് കയറിയൊരു അനുഭവം. അത് പങ്കുവെക്കാനും അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ എക്സ്പ്രസ് ഹൈവേ, കാക്കനാട് എക്സ്പ്രസ് ഹൈവേൻ്റെ സൈഡിലാണ് ബൈക്ക് വെച്ചത്, ആമോർ കിച്ചൻ്റെയൊക്കെ അടുത്തായിട്ട്. അപ്പോൾ ആ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി എടുത്ത് കുറച്ചുകൂടി മുമ്പോട്ട് ഞാനൊരു 40-50 സ്പീഡിൽ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോഴേക്കും എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലൈറ്റ് കാണാറുള്ള നമുക്കൊരു, ഇപ്പോൾ നമ്മൾ നേരെ നോക്കുള്ളൂ, ഹെഡ്ലൈറ്റിന് അങ്ങോട്ട് നോക്കില്ല, എന്തോ എൻ്റെ കണ്ണങ്ങോട്ട് വന്നപ്പോൾ ഒരു തല പോലെ ഇങ്ങനെ കണ്ടു. അപ്പോൾ തല പോലെ ഇങ്ങനെ ഒരു ചേഞ്ച് കണ്ടപ്പോഴേക്കും ഞാൻ ചെന്നതിൽ ഒച്ച ആയിരിക്കുന്നു, അതിന് ചെറിയൊരു തല പോലെ ഇങ്ങനെ കണ്ടത്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് പാമ്പാണെന്ന്. പാമ്പിൻ്റെ ഡിസൈനൊക്കെ വെച്ച് നോക്കിയപ്പോൾ അതൊരു വൈപ്പർ അണലിയാണെന്ന് മനസ്സിലായി. പക്ഷെ അണലി അല്ലായിരുന്നു, പാമ്പിനെ പിടിച്ച ശേഷമാണ് അതൊരു മലമ്പാമ്പിൻ്റെ കുഞ്ഞാന്ന് മനസ്സിലായത്. വണ്ടി നല്ല സ്പീഡിലായതുകൊണ്ട് ഒറ്റയടിക്ക് ബ്രേക്ക് പിടിച്ചാൽ ചിലപ്പോൾ താഴെ വീഴും, ആ പാമ്പിൻ്റെ മേത്തോട്ട് വരും, അല്ലെങ്കിൽ എനിക്ക് അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സെക്കൻഡിൽ ആരുടെയൊക്കെയോ ഒരു പ്രാർത്ഥന പോലെ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ പതുക്കെ ബ്രേക്ക് പിടിച്ച് നിങ്ങളൊന്നും ഉദ്ദേശിക്കണം ആ ഹാൻഡിൽ പിടിക്കണതിൻ്റെ ഒരു ഇച്ചിരി ഫ്രണ്ടിലാണ് ഹെഡ്ലൈറ്റിൻ്റെ അതിരിക്കണം. പാമ്പിങ്ങനെ വന്ന് എൻ്റെ കയ്യിൽ കൊത്തിയാലും മതി. അപ്പോൾ പാമ്പിൻ്റെ സൈഡിലുള്ള കൈ ഞാൻ പതുക്കെ ഇങ്ങോട്ട് നീക്കുകയും ബ്രേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് സ്റ്റാൻഡിൽ ഇടുന്നവരെ, ഇത്രയും ഒരു ടെൻഷൻ ബിൽഡപ്പ് മൊമെൻ്റാണത്. സ്റ്റാൻഡിലിട്ട് ചാടി ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ആ പാമ്പിനെ കണ്ട മൊമെൻ്റ് തുടങ്ങി ആ ബ്രേക്ക് സ്റ്റാൻഡിട്ട് ബ്രേക്ക് ചവിട്ടി സ്റ്റാൻഡിട്ട് ഇറങ്ങിയ മൊമെൻ്റ് വരെ ഉള്ളൊരു ടൈം, ആ ടൈം ആരുടെ ഒരു പ്രാർത്ഥന പോലെ എനിക്ക് പതുക്കെ അത് ചെയ്യാൻ തോന്നി. ഞാനിപ്പോൾ സ്പീഡ് ചെയ്തതിന് ഒന്നില്ല, ഞാൻ വണ്ടിയിൽ നിന്ന് വീഴും. വണ്ടിയിൽ നിന്ന് വീണാൽ പാമ്പിൻ്റെ മേത്തോട്ട് വീഴാനും എന്നെ കടിക്കാനും അതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക തോട്ട്സൊക്കെ എൻ്റെ തലയിൽ കൂടി ഓടി. എൻ്റെ കൂടെ അത് എൻ്റെ വണ്ടീൻ്റെ പുറകിൽ ഒരാളും കൂടി ഉണ്ട്. എൻ്റെ സേഫ്റ്റിനായിട്ട് കൂടുതൽ പുള്ളീൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണം. അപ്പോൾ ഞാനപ്പോൾ ഇതൊക്കെ ആലോചിച്ച് വണ്ടി സ്റ്റാൻഡിൽ ഇറങ്ങി, അയാളും ഇറങ്ങി, ഞാനും ഇറങ്ങി സേഫായിട്ട് നിന്ന് അപ്പോഴത്തേക്കും ആ ഒരു എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ മാക്സിമം പാനിക് ആകാതിരിക്കുക. പേടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പാനിക് ആവാണ്ട് നമ്മൾ അവസരോചിതമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പ്രിക്കോട്ടീവായിട്ട് ഈ പാമ്പിനെ ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് ആ എക്സ്പീരിയൻസ് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വണ്ടി നിർത്തിയ എക്സ്പ്രസ് ഹൈവേയിലാണ്. അപ്പോൾ ഈ വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെ ഞാൻ കുറേ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിൻ്റെ പോലീസ് വണ്ടി വന്നു. പഴയ പോലീസുകാരെ പോലെ ഒന്നുമില്ല, ഇപ്പോഴത്തെ പോലീസുകാർ ഭയങ്കര സഹായ മനസ്കതയുള്ളവരാണ്. അവർ വണ്ടി നിർത്തി പെട്ടെന്നൊരു സ്നേക്ക് റെസ്ക്യൂർ വിളിച്ച്. അപ്പോൾ അതിന് മുന്നേ ആ വഴിയെ പോയൊരു ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പുള്ളി, എനിക്ക് പേരറിയാത്ത സുഹൃത്ത്, നിങ്ങൾക്കായിരുന്നു നന്ദി. പുള്ളിക്കാരൻ ആദ്യം വന്ന് ഈ പാമ്പിനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ പാമ്പ് പെട്രോളിൻ്റെ കിറ്റിൻ്റെ ഇടയിലോട്ട് എഴുതി നീങ്ങി. അപ്പോഴത്തേക്കും സ്നേക്ക് റെസ്ക്യൂറെ വിളിച്ച് പതുക്കെ സ്നേക്ക് റെസ്ക്യൂർ ആ വണ്ടീൻ്റെ പെട്രോൾ കിറ്റ് അയച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പാമ്പിനെ എടുത്തത്. പുള്ളിക്കാരനോട് വളരെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇടച്ചിറയുള്ള സ്നേക്ക് റെസ്ക്യൂറാണ്. പുള്ളീൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നതാണ് ഞാൻ. അപ്പോൾ പറയാൻ വന്ന കാര്യം, മഴക്കാലമാണ്. ഇപ്പോൾ ഈ ചൂട് തേടി പാമ്പ് മാളങ്ങളിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനും മഴയായതുകൊണ്ട് ചൂടുള്ള സ്ഥലത്ത് പമ്മി നിൽക്കാനും ഇരയെ തേടി വരാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ ഒന്ന് വണ്ടിയുടെ ചുറ്റും ജസ്റ്റ് നോക്കാം. ഞാനിത് വണ്ടി എടുത്തപ്പോൾ ഒന്ന് ചുറ്റിനും നോക്കിച്ചെങ്കിൽ ഈ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. അതിനെ പാമ്പിനെ കാണാൻ പറ്റുമായിരുന്നു. 2,
വണ്ടീൻ്റെ ഹെൽമെറ്റ് വണ്ടിയിൽ മാക്സിമം വെക്കാതിരിക്കുക, കയ്യിൽ കൊണ്ടുപോവുക, കയ്യിലെടുത്ത് കൊണ്ടുപോവുക, എന്നിട്ട് ഒരു സേഫായിട്ട് പൊസിഷനിൽ വെക്കുക. വീടിൻ്റെ മാളങ്ങളും വീട്ടിലെ ചുറ്റുവശങ്ങളും വൃത്തിയാക്കി എടുക്കുക ഈ ഒരു സീസണിൽ. പ്രത്യേകിച്ച് ചൂട് മാറി മഴ വന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പാമ്പ് അധികം പുറത്തോട്ടിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഹെൽമെറ്റിലാണ് എൻ്റെ പാമ്പ് ഇരുന്ന് വെച്ചെങ്കിലാണ്. അപ്പോൾ പാമ്പ് പിടിച്ചതിന് ശേഷമാണ് ഈ പാമ്പ് ഒരു മലമ്പാമ്പിൻ്റെ കുഞ്ഞാണെന്ന് മനസ്സിലായത്. അപ്പോൾ ആ സ്നേക്ക് റെസ്ക്യൂവർ പാമ്പിനെ പിടിക്കുകയും അതിനെ സേഫായിട്ട് ഫോറസ്റ്റ് ചാനലിൽ എത്തിച്ചോളുമെന്ന് എനിക്ക് പറഞ്ഞു തരികയും, പക്ഷേ ആ സമയത്ത് കുറേ പേര് എന്നെ സഹായിക്കാൻ വേണ്ടി ഇവൺ ഓട്ടോറിക്ഷക്കാരായിരിക്കും അവരുടെ സ്പെയർ പാർട്സ് വെച്ചിട്ടൊക്കെയാണ് ഞാൻ വണ്ടീൻ്റെ സ്ക്രൂ ഒക്കെ അയച്ചത്. അങ്ങനെ അയച്ചു നോക്കിയിട്ടും കുറേ പേര് എൻ്റെ ചുറ്റിലും നിന്ന് സഹായിച്ചുകൊണ്ട് ഒരു 2 മണിക്കൂർ പ്രോസസ്സിൽ പാമ്പിനെ പിടിച്ച് എടുത്തു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു 3 പോയിന്റ്സാണ്. ഒന്ന്, ഇതുപോലെ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പാനിക്കാതിരിക്കുക, പെട്ടെന്ന് ചാടി ബഹളം വെക്കാണ്ട് അന്ന് ചിന്തിക്കുക എന്താ സമയത്ത് ചെയ്യേണ്ടത്, എന്നിട്ട് ക്വിക്ക് ആക്ഷൻ പോലെ എന്തെങ്കിലും എടുക്കുക. ഇതേപോലെ ഓടുന്ന വണ്ടിയിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് ഒന്ന് വണ്ടി ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് റെയിൻകോട്ട് ഒന്നും വണ്ടിയിൽ വെക്കാതിരിക്കുക. ഇതേപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ അപകടങ്ങളിൽ നമുക്ക് ഒഴിവാകും.